ഊഷ്മളമായിരുന്ന കേരള തമിഴ്നാട് ബന്ധം വീണ്ടും തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നതിനെതിരെ തമിഴ്നാട് പരിശോധന ശക്തമാക്കി. ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ തടഞ്ഞാണ് പരിശോധന. മാലിന്യം കേരളത്തിലേക്ക് തിരികെ തള്ളുമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ പ്രസ്താവന. ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യം തിരുനെൽവേലിയിൽ തള്ളുന്നത് വിവാദമായത്. മാലിന്യം തള്ളുന്നതിനെതിരെ പ്രാദേശിക തലത്തിൽ പ്രതിഷേധവും പരാതികളും ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ചരക്ക് വാഹനങ്ങൾക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയത്. മെഡിക്കൽ മാലിന്യങ്ങളുമായി എത്തുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി പുളിയറ, തെങ്കാശി എന്നിവിടങ്ങളിലാണ് പരിശോധന. ജനങ്ങളുടെ പ്രതിഷേധത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടെ ഉയർന്നു. കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി തുടങ്ങിയ തെക്കൻ ജില്ലകൾ കേരളത്തിന്റെ ഡംപ് യാർഡായി മാറിയിരിക്കുന്നു എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ആരോപണം. മാലിന്യം തള്ളുന്നത് തുടർന്നാൽ മാലിന്യം തിരികെ കേരളത്തിൽ തള്ളുമെന്നും ചിത്രങ്ങളടക്കം പങ്കുവച്ച് കെ അണ്ണാമലൈ എക്സിൽ കുറിച്ചു. തർക്കം രൂക്ഷമാകാതിരിക്കുക എന്ന മുൻകരുതലോടെയാണ് തമിഴ്നാട് സർക്കാർ മാലിന്യം എത്തുന്നത് തടയാൻ പരിശോധന കർശനമാക്കിയത്. മാലിന്യം തള്ളുന്നതിലെ ആരോപണങ്ങൾ കേരളം നിഷേധിക്കുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കരാർ 2 ഏജൻസികൾക്കാണ് നൽകിയതെന്നും ഇവരുമായി സർക്കാരിന് ബന്ധമില്ലെന്നും വീണ ജോർജ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന നിലപാടുമായി തമിഴ്നാട് മന്ത്രി പെരിയസ്വാമി രംഗത്തെത്തിയതും വിവാദമായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പിണറായി വിജയനും പങ്കെടുത്ത പെരിയാർ സ്മാരക ഉദ്ഘാടനം വലിയ ആവേശത്തോടെ നടത്തിയതിന് പിന്നാലെയാണ് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായതെന്നതാണ് ശ്രദ്ധേയം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.